السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل جزاء الصبر عظيما وفضله كبيرا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. إنما يوفى الصابرون أجرهم بغير حساب. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മളെല്ലാവരും വിശുദ്ധ റമളാനിൽ ആരോഗ്യത്തോടുകൂടെ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ റമളാൻ വിട പറഞ്ഞതിൻ്റെ ശേഷം ഈ റമളാനിൽ എത്തണേയെന്നും എത്തിക്കണേയെന്നും ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത എത്രയോ ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞ് അവർ ഖബറിടങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമില്ലെന്ന് വിട പറഞ്ഞ നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരുടെയും ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുകയും നമ്മയും അവരെയും ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹ്റു സബ്ർ എന്ന് വിശേഷിപ്പിച്ച മാസം, അളവറ്റ കാരുണ്യം വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന മാസം, നിരന്തരമായ നമ്മുടെ ഇബാദത്തുകളിലൂടെ റബ്ബേ നീ ഞങ്ങളെ നിന്റെ അനുഗ്രഹത്തിന് അർഹരായവരുടെ ലിസ്റ്റിൽ ചേർക്കണേ എന്ന് മനമുരുകി തേടിക്കൊണ്ടിരിക്കുന്ന അമൂല്യമായ നിമിഷങ്ങൾ. ചിന്തിക്കണം, നമ്മൾ ഒരാഴ്ചയോളമായി നമ്മളിൽ റമളാൻ കടന്നു വന്നിട്ട് എന്താണ് നമ്മിലുണ്ടായ മാറ്റം? എന്താണ് നമ്മുടെ മാനസികമായ അവസ്ഥ? എന്താണ് നമ്മുടെ ഇബാദത്തുകളുടെ താൽപര്യം, ആവേശം? പലപ്പോഴും നമുക്കെല്ലാമുള്ള ഒരു ദുര്യോഗമുണ്ട്. അത് ആരംഭശൂരത്വം എന്നറിയപ്പെടുന്ന ദുര്യോഗമാണ്. ആദ്യ നാളുകളിലൊക്കെ വലിയ ഉത്സാഹവും ഉന്മേഷവും, പള്ളികളിൽ നേരത്തെ എത്തുവാനുള്ള ശുഷ്കാന്തിയുമൊക്കെ പ്രകടമാകുന്ന മനസ്സുകൾ നാളുകൾ കൊഴിഞ്ഞു തീരുന്തോറും അലസതയും അതുപോലെ തന്നെ അതിനോടുള്ള ഒരു വിരക്തിയും കണ്ടു തുടങ്ങാറു പതിവുണ്ട്. ഞാനും നിങ്ങളും അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ഇവിടെ കൂടിയ ഓരോ ആളുകളും ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യുവാനും അപാരമായ സബർ ആവശ്യമാണ്. സഹനത്തിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കിന്നൊരൽപ്പം സംസാരിക്കുവാനുള്ള വിഷയം. റഹ്മാനായ റബ്ബിൽ നിന്നുള്ള സഹായം കിട്ടിയാലല്ലാതെ ആ ക്ഷമാ സഹനം എന്ന് പറയുന്ന ഗുണം നേടിയെടുക്കാൻ നമുക്കാവില്ല. പറയാനും എളുപ്പമാണ് സഹനം, ക്ഷമ എന്നൊക്കെ. എഴുതാനും എളുപ്പമാണ് സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് സഹിക്കേണ്ടുന്ന, ക്ഷമിക്കേണ്ടുന്ന അവസരങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും എത്രത്തോളം ആ ഒരു നന്മയെ
സ്വാംശീകരിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തോടെ ഇവിടെ കൂടിയ ഓരോരുത്തരും അവരവരിൽ ഒരു പരിശോധന നടത്തേണ്ടുന്ന സമയമാണിത്. റബ്ബിന്റെ തൗഫീഖ് കിട്ടിയാൽ അല്ലാതെ സഹിക്കാനാവില്ല. വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. അള്ളാന്റെ റസൂലിനോടായത് അല്ലാഹു തആല പറയുന്നത്. വസ്ബിർ, ഓ നബിയെ നീ ക്ഷമിക്കുക, താങ്കൾ ക്ഷമിക്കണം. എന്നിട്ട് പറയാണ് അള്ളാന്റെ റസൂലിനോട് പോലും പറയുന്നത് എന്താ? വമാ സബറുക ഇല്ലാ ബില്ലാഹ്. ആ ആയത്ത് വിശദീകരിച്ചിടത്ത് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ പ്രത്യേകം രേഖപ്പെടുത്തി, തഅകീദുൻ ലിൽ അംരി ബിസ്സബർ, ഇത് സഹിക്കുവാനുള്ള അതിശക്തമായ സബറിനുള്ള ആഹ്വാനമാണ്. വഇഖ്ബാറുൻ ബിഅന്ന ദാലിക ഇന്നമാ യുനാലു ബിമശീഅത്തില്ലാഹി വഇആനതിഹി, അല്ലാഹുവിന്റെ പ്രത്യേകമായ മശീഅത്തും അവന്റെ വേണ്ടുകയും അവന്റെ സഹായവും, വഹൗലിഹി വഖുവതിഹി, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ സഹായവും ശക്തിയും തൗഫീഖും ഒക്കെ കിട്ടിയാലല്ലാതെ ഈ പറയുന്ന വലിയ ഗുണം നേടിയെടുക്കുവാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അതിലേക്കുള്ള സൂചനയാണെന്ത്? ലോകം കണ്ട ഏറ്റവും ക്ഷമാലുവായ സഹനശീലനായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറയുന്നത്, റബ്ബിന്റെ തൗഫീഖും സഹായവും കിട്ടിയാലല്ലാതെ സഹനം എന്ന് പറയുന്ന, ക്ഷമ എന്ന് പറയുന്ന ആ വലിയ ഗുണം നേടിയെടുക്കുവാൻ ഒരാൾക്കുമാവില്ല എന്ന വളരെ ഗൗരവത്തോടുകൂടെ അത് നമ്മെ അറിയിച്ചിരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം എത്രത്തോളം നമ്മൾ അല്ലാഹുവിനോട് വിനയത്തോടെ തേടണം. അല്ലാഹുമ്മ ജഅൽനീ മിനസ് സാബിരീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനസ് സാബിരീൻ എന്ന് നമ്മുടെ രാപ്പകലുകളിൽ നമ്മൾ എത്രത്തോളം തേടണം. റബ്ബേ, നീ എനിക്ക് ക്ഷമ തരണം, നീ എന്നെ ക്ഷമാലുക്കളിൽ ഉൾപ്പെടുത്തണം. റബ്ബിന്റെ കൽപ്പനയാണ്, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു, സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കണം. വസാബിറു, ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം എന്നാണ്. ആദ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പുറമെ തുടർന്നുകൊണ്ട് അല്ലാഹു ഒന്നുകൂടി ഗൗരവത്തോടെ പറഞ്ഞ വാചകമാണത്. വസാബിറു, നിങ്ങൾ ആ ക്ഷമയിൽ മികവ് കാണിക്കണം, കുറച്ചൊന്നും ക്ഷമിച്ചാൽ പോരാ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈമാനിന്റെ ശേഷം നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമേതെന്ന് ചോദിച്ചാൽ, മാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ഒരാൾക്കും അല്ലാഹു നൽകുന്നില്ല ഖൈറായ ഒരു ദാനം, ഏറ്റവും വിശാലമായ ഒരു ദാനം, അത് മിനസ് സബ്രി, ക്ഷമയോളം. അപ്പൊ സഹോദരങ്ങളെ, ക്ഷമ എന്ന് പറയുന്ന വലിയ അപാരമായ നിഅമത്ത് മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ പറഞ്ഞു, അസ്സബ്റു കൻസും മിൻ കുനൂസിൽ ഖൈരി ലാ യുഅ്തീഹി അല്ലാഹു അസ്സ വജല്ല ഇല്ലാ ലിഅബ്ദിൻ കരീമിൻ ഇൻദഹു. സബർ എന്ന് പറയുന്നത് നന്മയുടെ വലിയ ഒരു നിധിയാണ്. അത് അല്ലാഹു അവൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന അടിമക്കല്ലാതെ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതിനും അളവുണ്ട്. അല്ലാഹു പ്രതിഫലം നൽകുമ്പോൾ ക്ഷമാലുക്കൾക്ക് നൽകുന്ന പ്രതിഫലത്തിന് കണക്കില്ല, അളവില്ല. ഇന്നമാ യുവഫസ്സാബിറൂൻ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാലുക്കളായ ആളുകൾക്ക് അവരുടെ പ്രതിഫലം കൊടുക്കപ്പെടുന്നത് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയാണ്. അതിന് കണക്കില്ല. എത്രയാണ് ക്ഷമയുടെ കൂലി എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. ഏത് പ്രവർത്തനങ്ങളും 10 മുതൽ 700 ഇരട്ടി വരെ അതിൻ്റെയും അപ്പുറമൊക്കെ ആക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത്. ക്ഷമക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ പറഞ്ഞു കണക്കില്ല. എന്തുകൊണ്ടാണ് ഷഹ്റു സബ്ർ എന്ന് പറഞ്ഞത്? റമദാൻ ക്ഷമയുടെ മാസമാണ്.
അതുകൊണ്ടാണ് ഏത് അമലുകളും കുല്ലു അമലിബിന് ആദം സന്തതികൾ ചെയ്യുന്ന ഏതേത് അമലുകൾ എടുത്തു നോക്കിയാലും അതൊക്കെ എനിക്ക് തന്നെയാണ്. ഇല്ല സൗം, നോമ്പൊഴികെ അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ്. ഏത് കർമ്മം നമ്മൾ ചെയ്താലും പ്രതിഫലം തരുന്നത് അല്ലാഹു തന്നെയാണ്. പക്ഷേ നോമ്പിന് പ്രതിഫലം തരുന്നത് ഞാനാണെന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? യദഉ തആമഹു വശഹവതഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവൻ അവൻ്റെ വികാരങ്ങളെ അടക്കി വെക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് അവൻ ഭക്ഷണപാനീയങ്ങളെല്ലാം ഒഴിവാക്കുന്നത്. അതാരെയും അവൻ കാണിക്കാനല്ല. അവൻ്റെ മനസ്സിൻ്റെ ആത്മാർത്ഥമായ നിലക്കുള്ള സഹനമുണ്ടെങ്കിലല്ലാതെ അത് നടപ്പിലാവുകയുമില്ല. സ്വകാര്യത്തിൽ അവൻ എന്തും ചെയ്യാമല്ലോ, ആളുകൾ കാൺകെ നോമ്പുകാരനായി അഭിനയിക്കാമല്ലോ. ആരാരുമില്ലാത്തിടത്ത് രഹസ്യമായി അയാൾക്ക് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് അഭിനയിക്കാമല്ലോ. പക്ഷേ അയാൾ എന്താണത് ചെയ്യാത്തത്? അയാളുടെ മനസ്സിൽ താനും റബ്ബുമായിട്ടുള്ള ആ കൃത്യമായ സ്വകാര്യമായ ആത്മാർത്ഥമായിട്ടുള്ള ഇബാദത്ത് ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിന് അതിന് പറയാനുള്ള അതിൻ്റെ പ്രത്യേകമായ പ്രതിഫലങ്ങളെ പറഞ്ഞപ്പോൾ കണക്കല്ലാതെ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പുറമേ ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമാലുക്കളെ ഇഷ്ടപ്പെടുന്നു. റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാനാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാനാണ്, റബ്ബിൻ്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടണം. സബറുണ്ടെങ്കിൽ അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടും. തീർന്നില്ല, റബ്ബ് നമ്മളോട് പ്രത്യേകം നമ്മുടെ കൂടെ സഹായത്തിനായിട്ടുണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. എല്ലാവരുടെയും കൂടെ അവനെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് അല്ലാഹുണ്ടല്ലോ. പിന്നെ സഹനമുള്ളവൻ്റെ കൂടെയാണ് അല്ലാഹു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? റബ്ബിൻ്റെ പ്രത്യേകമായ സഹായം, അവൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, അവനിൽ നിന്നുള്ള പ്രത്യേകമായ കാവൽ ക്ഷമാലുക്കൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുമെന്നാണ് ആ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും പറഞ്ഞു, വസ്സബ്റു ദിയാ, ക്ഷമ എന്ന് പറയുന്നത് പ്രകാശമാണ്. ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും പതറിപ്പോകാതിരിക്കാൻ, ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, മനുഷ്യനതാ പതറിപ്പോകുന്ന പല രംഗങ്ങളുണ്ട്. പ്രയാസത്തിലൂടെ അവൻ ജീവിതത്തെ ഇനി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ വളരെ ആരോഗ്യത്തോടുകൂടെ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടക്ക് ഞാനും നിങ്ങളും വിചാരിക്കുന്നു ഞാൻ വളരെ സേഫാണ്, ഞാൻ വളരെ ആരോഗ്യമുള്ളവനാണ്. പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു തുള്ളി ബ്ലഡ് എടുത്ത് നമ്മളൊന്ന് ചെക്കപ്പിന് വിധേയമായപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് റിസൾട്ട് വന്നാൽ, ഒരു ട്യൂമറുണ്ടെന്നറിഞ്ഞാൽ, മറ്റേതെങ്കിലും അവയവങ്ങൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ടെന്നറിഞ്ഞാൽ, കിഡ്നി ഫെയിലിയർ ആണെന്ന് മനസ്സിലായാൽ, അതേപോലെയുള്ള 100 കൂട്ടം രോഗങ്ങൾ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ വിലയറിയാവുന്ന ആളുകൾ പോലും പതറിപ്പോകുന്ന മേഖലയാണത്. അതുകൊണ്ടാണ് റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കണം എന്ന് ഈ വിശുദ്ധ റമദാനിൽ ഞാൻ എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, നീ എന്നെ ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനക്ക് എത്ര സമയം ചെലവഴിച്ചാലും അത് അധികമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മേക്കാൾ വലിയവരായ നേതാക്കന്മാർ, അമ്പിയാക്കന്മാര്, റബ്ബിനോട് അടുപ്പം കിട്ടിയിട്ടുള്ള മഹാരഥന്മാര്, അവരൊക്കെ റബ്ബിനോട് തേടിയപ്പോൾ ഞങ്ങൾക്ക് ക്ഷമ തരണേ എന്നല്ല പ്രയോഗിച്ചത്, ക്ഷമ നീ ഞങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു തരണേ എന്ന അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ് അലൈനാ,
നീ ഞങ്ങൾക്ക് ക്ഷമ തരണേ എന്നല്ല. അഫ്റഗ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അങ്ങനെ കുത്തിച്ചെരിയുന്നൊരു വസ്തു നമ്മുടെ ശരീരത്തിലേക്കങ്ങ് വാരിക്കോരി ഒഴിക്കലാണ്. അത്രത്തോളം നീ ഞങ്ങളുടെ മീതെ ക്ഷമ എന്ന് പറയുന്ന സൽഗുണത്തെ ചൊരിഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഈ പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഓ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നാം എത്രത്തോളം ഈ സബറിന് വേണ്ടി തേടാറുണ്ട്. സഹനത്തിൻ്റെ മാസമാണെന്ന് നമ്മൾ പറയുന്നു. ഏതെല്ലാം മേഖലകളിൽ നമുക്ക് സഹിക്കാൻ പറ്റാറുണ്ട്. മറ്റുള്ളവരോട് സഹനത്തിൻ്റെ കാര്യം പറയുന്നവർക്ക് സ്വന്തം കാര്യത്തിലെത്തുമ്പോൾ സഹിക്കാൻ കഴിയാറുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതേത് കാര്യങ്ങളിലാണ് ക്ഷമ ആവശ്യമില്ലാത്തത്? മഹാന്മാരായ പണ്ഡിതന്മാര് അസ്സബറു സലാസത്തു അൻവാഴ്, ക്ഷമ എന്ന് പറയുന്നത് 3 ഇനങ്ങളുണ്ട്. ശരിക്ക് ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും. ആ 3 ഇനങ്ങളിലും എനിക്ക് ക്ഷമയുണ്ടോ, സഹനമുണ്ടോ എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് ആലോചിക്കണം. ഏതാണ് ആ 3 ഇനങ്ങൾ? ഒന്ന് അസ്സബറു അലാ ത്വാഅത്തില്ലാഹ്, വസ്സബറു അൻ മഹാരിമില്ലാഹ്, വസ്സബറു അലാ അഖ്ദാരില്ലാഹ്. 3 വിധം പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. 3 കാര്യങ്ങളിൽ ക്ഷമ വേണം. ഈ പറയുന്ന 3 കാര്യങ്ങളിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ എൻ്റെയും നിങ്ങളുടെയും നിലപാടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നല്ല ക്ഷമ വേണം. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ: 1 ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദിൻ്റെ ആ ശബ്ദമാണ്. 5 കലിമകൾ നമ്മൾ പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ നമ്മൾ കലിമകളാണ് പറയുന്നത്. തൗഹീദിൻ്റെ ശബ്ദമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 5 നേരത്തെ നമസ്കാരം. 3 അതേപോലെ തന്നെ സക്കാത്ത്. 4 വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കൽ. 5 ഹജ്ജ് ചെയ്യൽ. ഈ കാര്യങ്ങൾ പരമപ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കിയവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കണമെങ്കിൽ അപാരമായ സഹനമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ കാര്യം തന്നെ എന്താ? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഥവാ എൻ്റെ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ സാക്ഷിയാണ്. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനുമില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എൻ്റെ റബ്ബിൻ്റെ പേരിൽ മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ. എൻ്റെ റബ്ബിൻ്റെ പേരിൽ മാത്രമേ ഞാൻ ബലിയർപ്പണം നടത്തുകയുള്ളൂ. എൻ്റെ റബ്ബിൻ്റെ പേരിൽ മാത്രമേ ഞാൻ സത്യം ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ഇബാദത്തിൻ്റെ ഏതെല്ലാം അംശങ്ങളുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ. അതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പ്രഖ്യാപിച്ചില്ലേ, നബിയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബിയെ പറയൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. ആ പ്രഖ്യാപനം മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ എത്രത്തോളം സഹിക്കേണ്ടി വന്നു. ഏത് നബിമാരാണ് ജനിച്ച നാട്ടിൽ തന്നെ വഫാത്താകാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ? വളരെ അപൂർവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ ഒരു വശം? എത്രയെത്ര നബിമാര് ലോകത്ത് തൗഹീദിൻ്റെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു. ആ നബിമാരുടെ കൂട്ടത്തിൽ എത്ര നബിമാരാണ് പിറന്ന നാട്ടിൽ തന്നെ വഫാത്താകുവാൻ അവസരം കിട്ടിയവർ? വളരെ ചുരുക്കമാണ്. എല്ലാവരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പലരെയും അന്യായമായി കൊല ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരിഹാസങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് പ്രവാചകന്മാർ. അവരൊക്കെ എന്തിൻ്റെ പേരിലാണ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഈ ആദർശം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ലോകത്ത് പ്രയാസപ്പെട്ട അത്ര ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിലും പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തൗഹീദിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചവരാണ് ഉലുൽ അസ്മുകളായ നബിമാരടക്കമുള്ളവർ. അതുകൊണ്ടാണ് ആ മാർഗത്തിൽ ഏറെ പ്രയാസം സഹിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബിയേ വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി. പ്രവാചകന്മാരിൽ നിന്ന്, ദൂതന്മാരിൽ നിന്ന് വലിയ മനോദാർഢ്യമുള്ളവരെന്നറിയപ്പെടുന്ന 5 ഉലുൽ അസ്മുകളായ വ്യക്തിത്വമില്ലേ മുത്തു മുസ്തഫയടക്കം. മുത്തു മുസ്തഫയോടാണ് പറയുന്നത്, നിന്റെ പൂർവീകരായ, താങ്കളുടെ പൂർവീകരായ ആ 4 മഹാരഥന്മാരൊക്കെ ഏറെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, സഹിച്ചവരാണ്. അതേപോലെ നബിയെ താങ്കളും സഹിച്ചേക്കണം, ക്ഷമിച്ചേക്കണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയുന്നു. അതെന്തിൻ്റെ പേരിലാണ്? വിശ്വാസത്തെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞു. അത് സമൂഹത്തിന് ഇഷ്ടകരമാണോ അല്ലേ എന്ന് നോക്കിയില്ല, റബ്ബിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചത്. അങ്ങനെ സമൂഹത്തിൽ കുടികൊള്ളുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ അതിശക്തമായി അവിടുന്ന് പ്രബോധനം നടത്തിയപ്പോൾ അത് കേട്ട അനുയായികളവരെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ വല്ലാതെ പീഡിപ്പിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചകത്ത് വലിയ പാറക്കല്ല് കയറ്റിവെച്ച് ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ നീ എതിർത്ത് സംസാരിക്കണം, ഇപ്പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയോട് രാജിവെക്കണം. ആ സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹു ചാട്ടവാറടി ഏൽക്കുമ്പോഴെല്ലാം അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് കറുത്ത മുത്തായ ബിലാൽ റളിയല്ലാഹു അൻഹു ത്യാഗം സഹിച്ചത് ഇതിനാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, അവ്വലു ഷഹീദത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമൂഹത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായ വനിത ആരാണെന്നറിയാമോ? അത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. എന്തിൻ്റെ പേരിലാണ് അവർക്ക് ഏറ്റവും വലിയ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാതെ ആ ധീര വനിത നിലകൊണ്ടപ്പോൾ ശത്രുവിൻ്റെ കൂർത്തുമോർത്ത കുന്തത്തിനിരയായി സുമയ്യ ബീവി ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് ഷഹീദത്തിൻ്റെ പദവിയിലേക്ക് എത്തിയത് അവരുടെ സഹനത്തിൻ്റെ മാതൃകയാണെങ്കിൽ യാസിർ കുടുംബം, ആ യാസിർ കുടുംബം അനുഭവിച്ച പീഡനങ്ങളുടെ നേരത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുഖത്ത് നോക്കി ആശ്വസിപ്പിക്കുകയാണ്, സബ്റൻ അല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, ഫഇന്ന മൗഇദകുമുൽ ജന്ന, ഈ സഹനത്തിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാണ്, സ്വർഗമാണ് പകരം കിട്ടാനുള്ളത്. എന്തിനാണ് സഹോദരങ്ങളെ ഈ ഗതകാല ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കുന്നത്? നമുക്ക് എത്രത്തോളം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സഹിക്കാൻ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ സഹിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട്? ആളുകളിൽ നിന്ന് ഒരു ചീത്ത വിളിയോ ഒരു പരിഹാസമോ ഒരു മുഖം കറുത്തുള്ള നോട്ടം പോലുമോ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടേതായ ആദർശത്തെ നമ്മൾ മാറ്റിവെക്കുന്നവർ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ മഹാരഥന്മാര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അഹസിബന്നാസ് أن يتركوا أن يقولوا آمنا وهم لا يفتنون. ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും അടക്കുന്ന ആളുകളൊന്ന് ആലോചിക്ക്. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചു പോയോ? ഞാനും നിങ്ങളുമൊക്കെ കണക്ക് കൂട്ടിപ്പോയോ? എന്ത്? അയ്യുത്തുറക്കൂ, നമ്മളെയൊക്കെ വെറുതെ വിടപ്പെടുമെന്ന്, റബ്ബിൻ്റെ കോടതിയിൽ വെറുതെ അങ്ങ് വിട്ട് കയറിക്കോ സ്വർഗത്തിലേക്കെന്ന് പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അയ്യഖൂലൂ ആമന്നാ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങളൊക്കെ മോമിനീങ്ങളാണ്,
ഞങ്ങൾക്ക് അള്ളാഹുവിലൊക്കെ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് മുത്തുനബിയെ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് പരലോകമൊക്കെ വിശ്വാസമുണ്ട് എന്നുള്ള കേവലം ചില വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടും എന്ന് നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഏതവസ്ഥയിൽ? വഹും ലാ യുഫ്തനൂൻ, കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടാതെ വെറുതെ അങ്ങ് ഞാനും മോമിനാണ്, ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് നിങ്ങളെ അങ്ങ് കയറ്റിവിടുമെന്ന് വിചാരിച്ചു പോയോ? ഇത് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യമാണ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആനിൽ എടുത്തു നോക്ക്. ഏത് ഭാഷയിലാണ് മനസ്സിലാകുന്നതെങ്കിൽ ട്രാൻസ്ലേഷനുകളില്ലേ, തർജമകളില്ലേ, പരിഭാഷകളില്ലേ? ഖുർആൻ എത്ര സ്ഥലത്താ പിന്നെയും ചോദിക്കുന്നത്? അം ഹസിബുത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങ് കടന്നു കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങൾക്കും വരാതെ, മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. എത്രയെത്ര മുൻഗാമികളായ ആളുകൾ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. അവർ പ്രയാസങ്ങളുടേതായ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി. അവർക്ക് ബഅസാകളുണ്ടായി, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെയുള്ള ആളുകളൊക്കെ സ്വർഗത്തിൽ പോയി. അതേ അവസരത്തിൽ ഒന്നും ഈ ദീനിൻ്റെ വേർഗത്തിൽ ഒന്നും നേരിടാനാവാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കൂളായി കടന്നു കയറാമെന്ന് ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ വിചാരിച്ചു പോയോ? ഇത് ഖുർആനിലില്ലേ? ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ആയത്തല്ലേ ഈ കേട്ടത്? എന്താണ് നമ്മുടെയൊക്കെ മാനസികമായ അവസ്ഥ? തൗഹീദിന്റെ മാർഗത്തിൽ നമ്മൾ എന്താ ത്യാഗം സഹിച്ചത്? വല്ലാത്ത സബർ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഭൂരിപക്ഷത്തിനും തൗഹീദിനോട് വെറുപ്പാണ്. ഇത് സാധുവായ ഞാൻ പറയുന്നതല്ല. ലോകത്ത് മതവിശ്വാസികളാണ് മെജോറിറ്റി എങ്കിലും മതവിശ്വാസികളിൽ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗത്ത് റബ്ബ് വ്യക്തമായി പറഞ്ഞതാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ ശിർക്ക് ചെയ്ത നിലയിലല്ലാതെ, ഖാലിസായ തൗഹീദിന്റെ ആളുകളായി കൊണ്ടല്ലാതെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ ലോകത്ത് എന്താണ് ശിർക്കെന്ന് പഠിക്കണ്ടേ, തൗഹീദ് എന്താണെന്ന് പഠിക്കണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെന്ന് ചാടാതെ നോക്കണ്ടേ? അത് നോക്കൽ നമ്മുടെ കർത്തവ്യമാണ്. എങ്കിലേ നമ്മുടെ നോമ്പിന് വിലയുള്ളൂ, നമ്മുടെ സക്കാത്തിന് വിലയുള്ളൂ, നമ്മുടെ നമസ്കാരത്തിന് വിലയുള്ളൂ. കാരണം ശിർക്കെന്ന പാതകം വന്നുപോയാൽ സർവ്വ അമലുകളും പൊളിഞ്ഞുപോയി എന്ന് മഹാരഥന്മാരായ മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു പറഞ്ഞ കാര്യമാണെങ്കിൽ എത്രത്തോളം ക്ഷമയോടെ സഹനത്തോടെ നമ്മുടെ അഖീദ നമ്മൾ ക്ലിയറാക്കണം. എനിക്കത് വിശദീകരിക്കുവാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് ഞാൻ ചില സൂചനകളാണ് നിങ്ങൾക്ക് ഇട്ടുതരുന്നത്. ആദ്യത്തെ സബർ നമുക്ക് വേണ്ടത് പരലോക രക്ഷയുടെ നിദാനമായ നമ്മുടെ അഖീദയെ ക്ലീനാക്കലാണ്. അതിൽ കലർപ്പ് വരാതെ നോക്കണം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയാണ്, ഈമാൻ ശരിയാക്കിയവർ, ആ ഈമാനിൽ അല്പം പോലും ളുൽമ കലർന്നിട്ടുമില്ല. എന്താണ് ഈ ളുൽമ്? ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാണ്, അത് വമ്പിച്ച ആക്രമമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിവിടെ കൂടിയ ആളുകളോട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈമാൻ അത് വളരെ കളങ്കരഹിതമായ നിലക്ക് നിലനിർത്തുന്നതിൽ വളരെ സഹനത്തോടെ ക്ഷമയോടെ അതിൻ്റെ കല്ലും നെല്ലും വേർതിരിച്ചു പഠിക്കുവാനുള്ള അവസരം നമ്മൾ കാണണം. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ, നബി തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ. ഇനി ഏതാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ കാര്യം? 5 നേരത്തെ നമസ്കാരം. അത് നിർവഹിക്കണമെങ്കിൽ അപാരമായ സഹനം വേണം. ചിന്തിക്ക്, ഓരോരുത്തരും ചോദിക്ക്,
5 നേരവും എനിക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നിസ്കാരം അതിൻ്റെ ഷർത്തോടുകൂടി അതിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ നിലക്ക് എപ്രകാരം നിർവഹിക്കണമോ അപ്രകാരം നിർവഹിക്കുവാൻ നിസ്കാരത്തെപ്പറ്റി അല്ലാഹു തആല 2-3 വിധത്തിൽ പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂഅ് നിസ്കാരത്തിൻ്റെ റൂഹാണത്, ജീവനാണത്. തീർന്നില്ല, മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. മുഹാഫളത്ത് വേണം, അതിൻ്റെ സമയനിഷ്ഠ, അതിൻ്റെ മര്യാദകൾ പാലിക്കൽ. നമുക്ക് തോന്നിയ സമയത്തല്ല, നമുക്ക് തോന്നിയ വിധത്തിലുമല്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു. ആ സഹാബത്തർ നമുക്ക് അടുത്ത തലമുറക്ക് കൈമാറി, തലമുറകൾ കൈമാറിക്കൊണ്ട് കൃത്യമായ നമസ്കാരം നമ്മളിലേക്ക് എത്തി. അതേപോലെ തന്നെ വല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. ഖുശൂഅ്, മുഹാഫളത്ത്, മുദാവമത്ത്, ഇത് നിസ്കാരത്തിൻ്റെ കണിശമായ കാര്യങ്ങളാണ്. നിത്യവും ഇത് നിർവഹിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേകമായ സബർ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും മനസ്സിലാക്കണം, ഏത് സമയത്താ നമസ്കാരം നിർവഹിക്കാറുള്ളത്, എവിടെയാണ് നമസ്കാരം നിർവഹിക്കാറുള്ളത്, അതിൻ്റെ കൃത്യമായ മര്യാദകൾ നമുക്കറിയാമോ? അത് സ്വീകാര്യോഗ്യമായി തീരണമെങ്കിൽ ആവശ്യമായ നിലക്കുള്ള ഖുശൂഇൽ എത്രത്തോളം നമുക്ക് മനസ്സാന്നിധ്യം ലഭിക്കുന്നുണ്ട്. ഇനി സക്കാത്തിൻ്റെ കാര്യമെടുക്ക്. അപാരമായ സഹനമുണ്ടെങ്കിലല്ലാതെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയുമോ? മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ബുഖ്ല്, പിശുക്കെന്ന് പറയുന്ന രോഗം. ആ രോഗത്തോട് പടപൊരുതാൻ സാധിച്ചവർക്കല്ലാതെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ കഴിയുമോ? മനസ്സിൻ്റെ ശുദ്ധിയാണ് സക്കാത്തിലൂടെ നേടുന്നത്. നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന പിശുക്ക്, അസൂയ, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ഏതേത് രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ ദാനധർമ്മങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ്, നമുക്ക് തസ്കിയത്ത് കിട്ടുകയാണ്. സക്കാത്ത് എന്ന പദത്തിൻ്റെ പദാർത്ഥം തന്നെയും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയും ധനത്തിൻ്റെ ശുദ്ധിയും അതിലടങ്ങിയിട്ടുണ്ട്. ധനം ശുദ്ധമാകണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. റമദാൻ ഒരു സക്കാത്തിൻ്റെ മാസമായതുകൊണ്ട് പറയുകയല്ല. ആരൊക്കെയോ അങ്ങനെ തെറ്റിദ്ധരിച്ചതുപോലെയുണ്ട്. റമദാൻ ഒരു സക്കാത്തിൻ്റെ മാസമാണോ? അല്ല. ഏതൊരു മുതലാണോ നമുക്കുള്ളതെങ്കിൽ ആ സ്വത്തിന് ഒരു വർഷം തികയുന്ന ഒരു ഡേറ്റ് ഉണ്ടാകും. ആ ഡേറ്റിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതൊരു പക്ഷേ നമ്മുടെ റമദാനിലാണെങ്കിൽ നമുക്ക് റമദാനിലാണ്, മറ്റേതെങ്കിലും അവസരത്തിലാണെങ്കിൽ ആ അവസരത്തിലാണ് നൽകേണ്ടത്. എന്തായിരുന്നാലും വിശുദ്ധ റമദാനിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു. വിശ്വാസ വിശുദ്ധി വേണം, കർമ്മ വിശുദ്ധി വേണം, സ്വഭാവ വിശുദ്ധി വേണം, സാമ്പത്തിക വിശുദ്ധി വേണം, ലൈംഗിക വിശുദ്ധി വേണം. ഈ 5 കാര്യങ്ങളിലുമുള്ള വിശുദ്ധികൾ നേടാൻ ആത്മാർത്ഥമായി നമ്മൾ ഈ മാസത്തിൽ നോമ്പിലൂടെ, നിസ്കാരത്തിലൂടെ, ദുആകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ദുആ അങ്ങ് സ്വീകരിച്ച് കിട്ടണ്ടേ, ദുആ സ്വീകരിക്കണ്ടേ. അല്ലാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമായില്ല. നിസ്കാരം പോലെ തന്നെ ശ്രദ്ധിച്ചോ സക്കാത്തും കൃത്യമായി കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിലുള്ള തകരാറെന്താണ്? അന്യരുടെ അവകാശമാണ് സക്കാത്തെന്ന് മനസ്സിലാക്കണം. എൻ്റെ മുതലിൽ 2.5% എൻ്റെതല്ല, അത് അന്യർക്ക് ഞാൻ കൊടുത്തു വീട്ടേണ്ടുന്ന ഹക്കാണ്. നമ്മുടെ നാടൻ മലയാളത്തിൽ ആരാൻ്റെ ഹക്കാണ്. ആരാൻ്റെ അവകാശം നമ്മുടെ ധനത്തിൽ കലർന്നു കഴിഞ്ഞാൽ ആ ധനം മുഴുവനും അശുദ്ധമായി. അത് കൊടുത്ത് ക്ലിയറാക്കുന്നത് വരെ നമ്മുടെ ധനം മുഴുവനും നിഷിദ്ധമായ സമ്പാദ്യമാണ്. നേരെ മറിച്ച് നമ്മുടെ സമ്പത്ത്, ഇപ്പം ശമ്പളം വാങ്ങുന്ന ആളുകൾ 590 ഗ്രാം വെള്ളിക്ക്
ഇന്നത്തെ മാർക്കറ്റ് റേറ്റിന് തുല്യമായ കറൻസി, അത് UAE ദിർഹമാവട്ടെ, അമേരിക്കൻ ഡോളറാവട്ടെ, ഇനി യൂറോ ആകട്ടെ, നമ്മുടെ നാട്ടിലെ രൂപയാവട്ടെ, ഏതാവട്ടെ, 590 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസി നമ്മുടെ കയ്യിൽ ഒരു വർഷം തികഞ്ഞ് കാത്തിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ 2.5% എനിക്കവകാശപ്പെട്ടതല്ല, നമുക്കവകാശപ്പെട്ടതല്ല, അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഹക്കാണെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. ചിന്തിക്ക, ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ, ഞാനും ആലോചിക്ക്, ഓരോരുത്തരും ആലോചിക്ക്, ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ ആലോചിക്ക്. റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന റബ്ബ് കബൂലാക്കണമെങ്കിൽ നമ്മുടെ മുതലങ്ങ് ശുദ്ധീകരിച്ചിട്ടുണ്ടോ? മുതൽ ശുദ്ധിയാവാതെ ഹറാമ് തിന്നിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് തേടിയിട്ട് എന്താ കാര്യം? അന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം, അവൻ്റെ ത്വആം ഹറാമിൻ്റെതാണ്. കാരണം ആരാന് കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതെ അത് കൂട്ടിക്കുഴച്ചാണ് അവൻ ഭക്ഷിക്കുന്നത്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമിൻ്റെ വസ്ത്രമാണ്. കാരണം ഹറാം കലർന്ന വസ്ത്രമാണ് അവൻ ധരിച്ചിട്ടുള്ളത്. അവൻ്റെ സമ്പാദ്യം അങ്ങനെയാണെങ്കിൽ അന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് ഹറാമായ മുതൽ കലർന്നിട്ടുകൊണ്ട് അത് കലർന്ന ധനം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അത് തിന്ന് അത് കുടിച്ച് അതുകൊണ്ടുണ്ടാക്കിയ വീട്ടിൽ ഇരുന്ന് അവിടെ ഉറങ്ങി നമ്മൾ അല്ലാഹുവേ എനിക്ക് ലൈലത്തുൽ ഖദ്റിൽ നരകമോചനം തരണേ, എന്നെ രക്ഷിക്കണേ എന്ന് 1000 തവണ നമ്മൾ തേടിയിട്ടും കാര്യമില്ല. കാരണം എന്താണ്? ക്ലിയറാക്കേണ്ട ഭാഗം നമ്മൾ ക്ലിയറാക്കിയിട്ടില്ല. ഇതിന് നല്ല ക്ഷമ വേണം, ഇതിന് നല്ല ക്ഷമ വേണം. ഇത് 27-ാം രാവിന് ചില്ലറ നാണയത്തുട്ടുകൾ മുതലാളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ തിക്കിത്തിരക്കുന്ന പാവങ്ങളുടെ കുട്ടയിലേക്ക് വട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കലല്ല. ഇത് ചക്കാത്തല്ല, ഇത് സക്കാത്താണ്. ഇത് കണക്ക് കൃത്യമായി നോക്കേണ്ടതാണ്. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥരും നമ്മുടെ മുതലിൻ്റെ കണക്ക് നോക്കാൻ ഈ ദുന്യാവിൽ വരില്ല. പക്ഷേ മിസ്കാല ദർറത്തിൻ, ഒരണു തൂക്കം പോലും അളവ് മറന്നു പോകാത്ത, അത് നഷ്ടപ്പെടാതെ എല്ലാം അറിയാവുന്ന രാജാതിരാജന്റെ റബ്ബായ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയിട്ട് കണക്ക് പറയേണ്ട ദിവസമാണ് വരാനുള്ളത്. നമ്മുടെ മുതലിൽ ഒരു മൊട്ടുസൂചി പോലും ഉണ്ടെങ്കിൽ, വരുമാനമുണ്ടാകുന്ന ഏതൊരു വസ്തു നമ്മുടെ മുതലിലുണ്ടോ അത് കണക്ക് നോക്കിയിട്ടാണോ നമ്മൾ ഈ മാസത്തിലുള്ളത്? ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ഞാനടക്കമുള്ളവർ ആലോചിക്ക്, എൻ്റെ മുതലിൽ ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായിട്ടുണ്ടോ? എൻ്റെ ശമ്പളത്തിൻ്റെ സക്കാത്ത് എത്ര കൊടുക്കണം? എനിക്കെത്ര വാടക കിട്ടുന്ന ബിൽഡിങ്ങുകളുണ്ട്? എനിക്കെത്ര റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, ഏലമുണ്ട്? എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ അവൾ അണിഞ്ഞതും അണിയാതെ ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടുള്ളതുമായ പൊന്നെത്രയുണ്ട്, സ്വർണമെത്രയുണ്ട്? സക്കാത്ത് കൊടുത്തിട്ടാണോ റമദാനിൽ നമ്മളുള്ളത്? ഇല്ലെങ്കിൽ അത് കണക്ക് കൂട്ടി കൃത്യമായി നോക്കാതെ ഒരു കമ്മട്ടം കണക്ക് പോരാ, ഒരു ഊഹത്തിൻ്റെ കണക്ക് പോരാ, എനിക്ക് അത്രയൊക്കെയോ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും നമ്മുടെ കണക്ക് പരിശോധിക്കാൻ ദുന്യാവെന്ന് വരൂല. പക്ഷേ മരണത്തിൻ്റെ മലക്കിൻ്റെ മുമ്പിൽ അങ്ങ് കിടന്നു കൊടുക്കുമ്പോ ഞാനും നിങ്ങളും അടങ്ങുന്ന സക്കാത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവരൊക്കെ അട്ടഹസിച്ച് നിലവിളിക്കുന്നവർ രംഗം വരാനുണ്ട്. റബ്ബി ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയാണ്, മരണത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യൻ കൊതിക്കുകയാണ്, ഒരല്പസമയത്തേക്ക് എന്നെ ഒന്ന് പിന്തിച്ചിടാമോ? മരണത്തിൻ്റെ മാലാഖയോടവൻ കെഞ്ചുകയാണ്. അതേ, വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, റബ്ബിർജിഊൻ,
എൻ്റെ റബ്ബേ, എന്നെ ഒന്ന് മടക്കിത്തരാമോ? ദുന്യാവിൽ നിന്ന് ഞാൻ പോവുകയാണെന്ന് ആ മനുഷ്യൻ ഉറപ്പായിട്ടുണ്ട്. കാരണം കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ صدق ولا صلى ولكن كذب وتولى. നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു റമദാനിൽ ഞാൻ ഇത്ര ഖത്തം തീർത്തു, ഇത്ര ജുസ് ഓതി എന്നൊക്കെ മേനി നടിക്കുന്നതിനപ്പുറം ചിന്തിക്കൂ സഹോദരാ, റബ്ബ് നമുക്ക് ഖുർആൻ ഇറക്കി തന്ന മാസത്തിൽ ക്ഷമയോടെ ഖുർആൻ പഠിച്ചുകൊണ്ട് ചിന്തിക്ക്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ വചനങ്ങൾ ഓതുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകണം. എന്തേ കാരണം? ഈ സമയമില്ലെന്ന് പറയുന്ന ഞാനും നിങ്ങളും പഠിക്കാൻ തയ്യാറല്ല. സകാത്തിന്റെ കണക്ക് നോക്കാൻ മനസ്സ് വന്നില്ല. ആഭരണത്തിന്റെ സകാത്ത് കൊടുത്തിട്ടില്ല. സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് കോടികൾ കവിഞ്ഞിട്ടുണ്ട്. വരുമാന മാർഗങ്ങൾ എത്രയാണെന്ന് തനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഉള്ളവരും ഉള്ളത് എത്രയാണെന്ന് കണക്ക് നോക്കാതെ എവിടെ വെച്ചാണ് നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചില്ലേ, ഒരു ചെക്കപ്പ് അങ്ങ് നടക്കുമ്പോ അതേ പതറിപ്പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മനുഷ്യന്റെ കൊതി നോക്ക്, റബ്ബി എൻ്റെ രക്ഷിതാവേ ഇർജിഊൻ, ഒന്ന് മടക്കിത്തരാമോ? കൈകാലുകൾ കണങ്കാലുകളൊക്കെ കൂട്ടിപ്പിരിയുന്ന നേരമാണ്. ദുന്യാവുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വിട്ടു. ആഖിറവുമായി അവൻ്റെ റൂഹ് കണക്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുകയാണ്. മലായിക്കത്തിനെ അവൻ കാണുന്നുണ്ട്. മലക്കുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. മരിക്കുകയാണെന്നുറപ്പാകുമ്പോൾ കൊതിച്ചു പോവുകയാണ്. റബ്ബേ, ഒന്ന് പിന്തിച്ചു തരാമോ? ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ കണക്ക് നോക്കിക്കോളാം, ബാങ്ക് ബാലൻസ് മുഴുവനും ഞാൻ നോക്കിക്കോളാം, റബ്ബറിന്റെ കണക്കെടുത്തോളാം, വാടക കിട്ടുന്ന ബിൽഡിങ്ങിന്റെ വരുമാനം ഞാൻ നോക്കിക്കോളാം, ഒന്നും പാഴാക്കാതെ ഫഅസ്സദ്ദഖ, ഞാൻ ധർമ്മം കൊടുത്തോളാം, ഞാൻ സദഖ കൊടുത്തോളാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹായി ജീവിച്ചോളാം. 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ഞാൻ മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയവനാണ്. സുബഹിക്ക് പോയിട്ടില്ല, ളുഹറിന് പോയിട്ടില്ല, അസറിന് പോയിട്ടില്ല, മഗ്രിബിന് പോയിട്ടില്ല, ഇശാക്ക് പോയിട്ടില്ല. എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ സമയത്തിനും എൻ്റെ സൗകര്യത്തിനും അനുസരിച്ച് തോന്നിയതുപോലെ കുമ്പിട്ട് നിവർന്നവനാ. റബ്ബേ, ഇനി അങ്ങനെ ആവില്ല, ഞാൻ ശരിക്കും നിസ്കരിച്ചോളാ. ഹജ്ജിന് ഇതുവരെ പോയിട്ടില്ല. ധനം ചെലവഴിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിൻ്റെ ടെൻഷനായിരുന്നു. ഇനി എനിക്കെന്തിനാ മുതൽ, ഞാനിവിടെ നിന്ന് പോവുകയല്ലേ, ഒന്ന് പിന്തിച്ച് തരാമോ? വിലപിക്കുന്ന രംഗം വരുന്നു ഉമ്മ, വിലപിക്കുന്ന രംഗം വരുന്നു ഉപ്പാ. പെങ്ങളെ, ഗൗരവത്തോടെ ആലോചിക്കൂ. കണക്ക് നോക്കാൻ എന്താ നമുക്കൊരു മടി? എത്ര പേര് കണക്ക് നോക്കി? ഇനിയുമുണ്ട്, റമദാനിൻ്റെ ദിവസങ്ങൾ ബാക്കിയാണ്. കണക്കൊന്ന് നോക്ക്. ശമ്പളത്തിൻ്റെ സക്കാത്ത് എത്ര കൊടുക്കണം? ഓരോന്നിൻ്റെയും സക്കാത്ത് എത്ര കൊടുക്കണം? പൊന്നിൻ്റെ സക്കാത്ത് എത്ര കൊടുക്കണം? ചിലരൊക്കെ പറയും 100 പവനുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ 2.5 പവൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള 97.5 പവൻ ശുദ്ധമായില്ലേ? ഇനി കാലാകാലം അത് കൊടുക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പറയട്ടെ, 97.5 പവൻ അടുത്ത കൊല്ലം അവിടെ ബാക്കിയുണ്ടോ? അതിൻ്റെ 2.5% കൊടുക്കണം. അങ്ങനെ എല്ലാ വർഷവും കൊടുത്തുകൊണ്ട് ആ മുതലങ്ങ് ശുദ്ധിയാക്കിക്കൊള്ളണം. ബാങ്ക് ബാലൻസ് നോക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും നമ്മോട് കണക്ക് നോക്കാൻ വരൂല, ഉറപ്പാണ്. എനിക്ക് ദുന്യാവിൽ പലരോടും പറയാ, എനിക്കതിന് മാത്രം സ്വത്തൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, തട്ടിമുട്ടി ഇങ്ങനെ പോവുകയാണ് എന്നൊക്കെ നമുക്ക് ആളുകളോടൊക്കെ പറഞ്ഞു നിൽക്കാമെങ്കിലും മരണത്തിൻ്റെ നേരത്ത് അതൊക്കെ നമ്മൾ മറന്നിട്ട് റബ്ബിനോടങ്ങ് സത്യവാങ്മൂലം കൊടുക്കുകയാണ്. ഒന്ന് പിന്തിപ്പിച്ചു തന്നാൽ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാതെ വിട്ടേച്ചു പോയിട്ടുള്ള ഏത് കർമ്മ
കർമ്മങ്ങളുണ്ടോ അതൊക്കെയും ഞാൻ ചെയ്തോളാം. പക്ഷേ റബ്ബിന്റെ മറുപടി എന്താ? കല്ലാ ഇന്നഹാ കലിമ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മഹ്ശറിലേക്ക് പുനരുത്ഥാനം നടക്കുന്ന നാൾ വരെ ഇനി നിനക്ക് ദുന്യാവിലേക്ക് മടക്കമില്ല. ബർസഖാകുന്ന ലോകത്താണ് നിനക്കുള്ള ജീവിതം. അതുകൊണ്ട് ദുന്യാവിൽ ശരിക്ക് മുതലാക്കിക്കോ. ഇതിനായി ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്നെയും നിങ്ങളെയും. നമ്മൾ മരണനേരത്ത് വിലപിക്കരുത്. അവിടെ നമ്മൾ വല്ലാത്ത വെപ്രാളം കാണിച്ചിട്ടൊരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നല്ല സഹനമുള്ളവർക്കേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. ഏറ്റവും നല്ല ക്ഷമ പാലിക്കുന്നവർക്കേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. ഇനി ഹജ്ജിന് പോകണമെങ്കിലും അങ്ങനെ തന്നെയാണ്. പണം ചെലവഴിക്കണം, ആഫിയത്ത് വേണം. അതിനും നല്ല സഹനത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യണം. മാതാപിതാക്കളെ അവരോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കണമെങ്കിൽ നല്ല സഹനമുള്ളവർക്കേ കഴിയൂ. കുടുംബജീവിതത്തിൽ വിജയിക്കാൻ അവർക്കേ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കളെന്ന് പറയുമ്പോൾ പ്രായമായ മാതാപിതാക്കളെ പോറ്റുക എന്നുള്ളത് ഇത്തിരി പ്രയാസം തന്നെയാണ്. കാരണം കൊച്ചുകുട്ടികളുടെ മനസ്സാ, കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. കിടന്ന കിടപ്പിലാണെല്ലാം നിർവഹിക്കുക. നമുക്ക് അരോചകമായതാണ് അവർ പറയുക, നമുക്കിഷ്ടമില്ലാത്തതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിന്തിക്ക്, പ്രായമായ ഉപ്പയോടും ഉമ്മയോടും നീ പുണ്യം പ്രത്യേകം കാണിക്കണമെന്ന് അള്ള പറയാൻ എന്താ കാരണം? അതിത്തിരി അപാരമായ സഹനം ആവശ്യമുള്ള മേഖലയാണെന്നത് തന്നെയാണ്. കൈക്കരുത്തുള്ള ഉമ്മയോടും ഉപ്പയോടും എന്ന് ഖുർആൻ പറഞ്ഞില്ല, അവരോട് വേണ്ടാന്നല്ല. എന്തേ വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള ഇഹ്സാനിനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞ വാചകം ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അപാരമായ സഹനം വേണം മക്കളെ. ഉമ്മയെയും ഉപ്പയെയും പോറ്റണമെങ്കിൽ പ്രായമാകുന്ന ഘട്ടത്തിലാണ് അപാരമായ സഹനം വേണ്ടത്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ, അവരെ കരയിപ്പിക്കുന്നവർ, അവരെ വേദനിപ്പിക്കുന്നവർ, അവരോട് കയർത്ത് സംസാരിക്കുന്നവർ എന്തുമാത്രം വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമ കിട്ടുന്നില്ല. അതേ അവസരത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ പ്രായം പരിഗണിച്ച് എത്ര ക്ഷമിച്ചവരാ. നമ്മൾ കൈക്കുഞ്ഞായിരുന്ന കാലത്ത് നമ്മുടെ ഇളം പ്രായം പരിഗണിച്ചുകൊണ്ട് ബാപ്പ എത്രയാ ക്ഷമിച്ചത്. ബാപ്പയുടെ നെഞ്ചത്ത് കുഞ്ഞായിരുന്നപ്പോൾ ചവിട്ടിയിട്ടുണ്ട്, വയറുമ്മൽ കയറി ചാടിയിട്ടുണ്ട്. ബാപ്പയുടെ അതുപോലെ തന്നെ ഉമ്മയുടെ മടിത്തട്ടിൽ വിസർജിച്ചിട്ടുണ്ട്. താല്പര്യപൂർവ്വം ഉമ്മയൊന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ആ ഉമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയപ്പോ ആ ഉമ്മ ഒരിക്കലും ഛേ എന്ന് നമ്മുടെ കുഞ്ഞുമോനോട് മോളോട് പറഞ്ഞിട്ടില്ല. ആ ഭക്ഷണത്തിന്റെ ഉരുള അവിടെ വെച്ചിട്ട് ആ മാലിന്യം പുരണ്ട കുഞ്ഞിനെയും കൊണ്ട് ഉടനെ ടോയ്ലറ്റിലേക്ക് പോയിട്ട് ആ കൈ കൊണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച പൊന്നുമ്മ. ആ ഉമ്മ കിടന്നിടത്ത് കിടന്നുകൊണ്ട് മലവിസർജനം നടത്തുന്ന രംഗം കാണുമ്പോ മക്കളെ അറപ്പ് തോന്നുന്നുവല്ലേ, ചെടിപ്പ് തോന്നുന്നുവല്ലേ? പ്രായം പരിഗണിച്ചിട്ട് എത്രയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഇളം പ്രായം പരിഗണിച്ചിട്ട് ചോദിച്ചത് തന്നെ ചോദിച്ചാലും 10 വട്ടം ചോദിച്ചാലും ബാപ്പ ദേഷ്യപ്പെട്ടില്ല, ഉമ്മ ദേഷ്യപ്പെട്ടില്ല. കാരണം എന്താ? അത് കുഞ്ഞല്ലേ, അവൻ ഇളം കുട്ടിയല്ലേ. നമ്മുടെ ഇളം പ്രായം പരിഗണിച്ച് അത്രത്തോളം ക്ഷമിച്ച ബാപ്പയും ഉമ്മയും പ്രായമായാൽ ചോദിച്ചത് തന്നെ 2 തവണ 3 തവണ ചോദിക്കുമ്പോഴേക്ക് മിണ്ടാതിരിക്കൂ തള്ളേ, മിണ്ടാതിരിക്കൂ കിളവൻ അവിടെ എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ മക്കളെത്തുന്നുവെങ്കിൽ നമ്മുടെ ഇളം പ്രായം പരിഗണിച്ചുകൊണ്ട് നമ്മോട് ക്ഷമിച്ച മാതാപിതാക്കളോട് അവരുടെ വാർദ്ധക്യദശ പരിഗണിച്ചുകൊണ്ട് ഇത്തിരി ഒന്ന് ക്ഷമിക്കാൻ, ഇത്തിരി ഒന്ന് സഹനം കാണിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് കഴിയാതെ പോകുന്നത്? ആലോചിക്ക്. ഇന്നലെ UAE ഗവൺമെന്റ് നൽകിയ ഖുതുബ നിങ്ങൾ ശ്രവിച്ചില്ലേ? അതേ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ?
അത് ഔസത്തു ബാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിലെ മധ്യ കവാടമാണത്. നിനക്ക് വേണമെങ്കിൽ അത് എടുത്തോ, അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ എന്ന താക്കീതിൻ്റെ സ്വരം അവിടെ പറയുമ്പോ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രായമായ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്രത്തോളം ഖിദ്മത്ത് ചെയ്താലും മതിയാവില്ല. റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യം അവർ നമ്മോട് കൽപ്പിച്ചാൽ അല്ലാത്ത ഏത് കാര്യങ്ങളിലും അവരെ അനുസരിച്ചോളണം. അതേ അവസരത്തിൽ അവർ മരണപ്പെട്ടു പോയോ, കടമകൾ നമുക്ക് തീരുന്നില്ല. ഏത് ഘട്ടത്തിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടി തേടുമ്പോഴൊക്കെ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ഇടവിടാതെ നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. റബ്ബി ഗഫിർലി വലിവാലിദയ്യ, റബ്ബേ എനിക്ക് പുറത്തു തരണം, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ നമ്മിൽ എത്ര പേർക്ക് അവസരം കിട്ടുന്നു? നല്ല ക്ഷമയുണ്ടെങ്കിലേ അത് നടക്കൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുടുംബജീവിതത്തിൽ നല്ല സഹനമില്ലാത്തതിൻ്റെ എത്രയെത്ര അടയാളങ്ങളായി ഇന്ന് കാണുന്നത്. എന്താണ് പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കുടുംബജീവിതങ്ങളിൽ ദാമ്പത്യം തകർന്നു പോകുന്നത്? വിവാഹം നടന്ന മാസങ്ങൾ പിന്നിടുക്കുമ്പോഴേക്ക് ന്യൂ ജനറേഷൻ വധൂവരന്മാർക്ക് ഒത്തുപോകാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇത്രത്തോളം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ തലാഖിൻ്റെ കേസുകൾ വർദ്ധിക്കുന്നത്? ആർക്കും കുറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ 2 വാക്ക് പറയുന്ന ഭാര്യയാണ് ഇന്നുള്ളത്. ഭാര്യ 2 വാക്ക് പറഞ്ഞാൽ അതിന് 4 വാക്ക് പറയുന്ന ഭർത്താവാണ് ഇന്നുള്ളത്. ആരും ആരുടെയും മുമ്പിൽ ചെറുതായി കൊടുക്കാനോ, ഒന്ന് വിനയം കാണിക്കാനോ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുവാനോ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ വിവാഹത്തെക്കാളപ്പുറം ഇന്ന് ത്വലാഖാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതങ്ങളിൽ അസ്വാരസ്യം പുകയുകയാണ്. ആർക്കും ആരെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറല്ല. ബാപ്പക്ക് കുറഞ്ഞു കൊടുക്കാൻ മക്കൾ തയ്യാറല്ല. മക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്തുകൊണ്ട് സഹനം പാലിക്കാൻ രക്ഷിതാക്കളും തയ്യാറാകുന്നില്ല. അമ്മായി ഉമ്മമാർക്ക് മരുമക്കളെ തീരെ സഹിക്കാൻ പറ്റുന്നില്ല. മരുമക്കൾക്കാവട്ടെ അമ്മായി അമ്മയെ ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. നോക്കൂ നിങ്ങൾ, കുടുംബജീവിതങ്ങളിൽ പൊട്ടലുകളും ചീറ്റലുകളും വർദ്ധിക്കാൻ കാരണമായത് സഹനം എന്ന് പറയുന്ന ഗുണം കുടുംബജീവിതത്തിൽ നിന്ന് എന്നോ നാട് നീങ്ങി ഒഴുകിപ്പോയിട്ടുണ്ട്. എവിടെ എത്തി? എന്താ നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ? ആർക്കും കുറഞ്ഞു കൊടുക്കൂല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടലും ചീറ്റലും തകരലുകളും വിവാഹമോചനങ്ങളും അതുപോലെ തന്നെ മസ്ലഹത്ത് ചർച്ചകളും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും അവിഹിതമായ ഇറങ്ങിപ്പോകലുകളും ഭർത്താവിനെ ഉറക്കിക്കിടത്തിയിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കിടപ്പറ പങ്കിടുന്നു. ഭർത്താവ് ബെഡിലുണ്ടായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഈ സ്മാർട്ട് ഫോണിൽ ദൂരെയുള്ളവരോട് ചാറ്റ് ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന ഭാര്യയെ അങ്ങോട്ട് തിരിച്ചു കിടത്തിയിട്ട് മറ്റുള്ളവരോട് ചാറ്റ് ചെയ്ത് രസിക്കുവാൻ അതിനു വേണ്ടി സമയം കാണുന്ന ഭർത്താവ്. എങ്ങനെയാണ് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവുക? ആർക്കും ആരെയും സഹിക്കാനാകുന്നില്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് സിനിമയല്ല, അത് നോവലല്ല. ജീവിതം എന്ന് പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ പറ്റില്ല. അവിടെ നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യേണ്ടിടത്ത് വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കണം. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം, ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതം. അതിന് നല്ല സഹനം വേണം, നല്ല ക്ഷമ വേണം. മകളെന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോഴേക്ക് ഉമ്മ പറഞ്ഞു, എന്നാ പിന്നെ നീ ഇങ്ങോട്ട് പോര്, ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തിട്ടില്ല. കണ്ടോ, പെൺകുട്ടികളെ ചീത്തയാക്കുന്നു അവരുടെ ഉമ്മമാർ. ഉപദേശിക്കേണ്ട ഉമ്മമാര് പെൺമക്കൾ അവരെ വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പരാതി പറയുമ്പോഴേക്ക് എന്നാ പിന്നെ നീ ഇങ്ങ് പോര്, എന്താ നിനക്കൊരു കുറവ്? ഇതാണ് ഇന്നത്തെ കാലഘട്ടം. ആർക്കും കുറഞ്ഞു കൊടുക്കൂല, സഹിക്കാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് പെൺകുട്ടികൾ പറയാണ്, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ജോലിയാണ് വേണ്ടത്. എന്തിനാണ് ഈ ജോലിയെപ്പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ?
നിങ്ങൾ ജോലിയെപ്പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ. ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം. പല കുട്ടികളും പറയുന്നു, ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടൂ. എന്തേ കാരണം? അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല, അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല. 10 രൂപ തരുമോ എന്ന് അയാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെഗളിപ്പിൻ്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത്? അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. മോട്ടിവേഷനല്ല, അവർ നൽകുന്നത് വിഷമാണ്. മോട്ടിവേഷൻ്റെ പേരിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവർ വിഷമാണ് കുത്തിവെക്കുന്നത്. പെൺകുട്ടികളോട് പറയണേ, പെൺകുട്ടികളെ, നിങ്ങളൊന്നും ഇനി പണ്ട് കാലത്തൊക്കെ വല്യമ്മക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു, എന്ത് എൻ്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയുന്ന വല്യമ്മമാരോട് പോകാൻ പറയണം. ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, എനിക്കൊരു ജോലിയാണ് വേണ്ടത്, ജോലി കിട്ടട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. എന്തിനാ ജോലി കിട്ടുന്നത്? ആദ്യം തന്നെ എന്താ മനസ്സ്? അയാൾ ഒന്ന് പറഞ്ഞാൽ 2 പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ചിക്കിളി വേണം. ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം? എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയത്? ആരാണ് അവരെ ഈ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടത്? ഗൗരവത്തോടെ ചിന്തിക്ക്. നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളെ, നിനക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? നിനക്കിപ്പോൾ വേണോ? വേണ്ടാന്നാ കുട്ടികൾ അധികവും പറയണേ. വേണ്ട, വിവാഹം വേണ്ട. എന്തിനാണ് ആ വക പൊല്ലാപ്പ്? എന്തിനാ അങ്ങനെയുള്ള പൊല്ലാപ്പൊക്കെ എന്നാണ്? വേണമെങ്കിൽ ഇങ്ങനെ ടുഗദറായിട്ട് ഇങ്ങനെ ജീവിക്കുക, ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക. അത് തന്നെ ആണെന്നെ വേണമെന്നൊന്നുമില്ല. പെണ്ണിന് ആണായാലും മതി, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, ഗൈസ്, ലെസ്ബിയൻ, ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണിനെ കല്യാണം കഴിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? ഇതിനാണ് പറയുന്നത്, നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ വരും തലമുറ രക്ഷപ്പെടൂല. ഈ ദുരന്തം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല. എത്ര ഗൗരവത്തോടെയാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞത്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഇണകളോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണേ. ഭർത്താക്കന്മാരോടുള്ള കൽപ്പനയാണ്. ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, എൻ്റെ കുടുംബത്തോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വർത്തിക്കുന്നയാളാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ആലോചിക്ക്. സ്ത്രീയോട് പറഞ്ഞില്ലേ, നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ ഏറ്റവും കൂടുതൽ വിനീതയാവണം, അച്ചടക്കം പാലിക്കണം, അയാളുടെ ആഗ്രഹങ്ങൾ അറിയണം, അയാളുടെ ഇഷ്ടങ്ങൾ അറിയണം, അയാളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇണകളായിക്കൊണ്ട് ആരെയും അടക്കി ഭരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന നിലക്കാണെന്നല്ല. സൗജ് എന്ന പ്രയോഗം തന്നെ, ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാള പ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സൗജ് സൗജത്ത് എന്നൊക്കെയാണ്. അത് ഇണകൾ എന്ന പ്രത്യേകമായ അതിൻ്റെ മനോഹരമായ ഒരവസ്ഥയാണത്. അവിടെയൊക്കെ ആവശ്യപ്പെടുന്നത് എന്താ? നല്ല വിട്ടുവീഴ്ച വേണം, ക്ഷമ വേണം, അഫ്വ് ചെയ്യേണ്ടിടത്ത് അഫ്വ് ചെയ്യണം, മാപ്പാക്കേണ്ടിടത്ത് മാപ്പാക്കണം. ഇതൊക്കെ അള്ളാഹ് പറയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലാണ് ഇനി സബർ നമുക്ക് ആവശ്യമില്ലാത്തത്? എല്ലായിടത്തും അത് വേണം. അതേപോലെ തന്നെ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ലഹരിയുടെ ലോകമാണ്, അവിഹിതമായ സെക്സിൻ്റെ ലോകമാണ്,
ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഏറ്റവും വലിയ അവസ്ഥയിൽ നിന്ന് നമ്മുടെ യുവതലമുറ പെട്ടുകിടക്കുകയാണ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും നിറയെ ലഹരിയാണ്. ഒരധ്യാപകന് തൻ്റെ കുട്ടിയെ ശാസിക്കാൻ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ധൈര്യമില്ല. കാരണം കുട്ടികൾ അധ്യാപകനോട് തിരിച്ചു ചോദിക്കുന്നു, മാഷേ, ടീച്ചറേ, നിങ്ങൾ സദാചാര പോലീസ് ചമയണ്ട, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, അതിന് ഗവൺമെൻറ് നിങ്ങൾക്ക് ശമ്പളവും തരുന്നുണ്ട്. ഞങ്ങളുടെ കാര്യം മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ബോഡി എന്താകണം, ഞാൻ എന്ത് ചെയ്യണം, അതെൻ്റെ ചോയ്സാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട മാഷേ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും കുട്ടികളാണ്. എൻ്റെയും നിങ്ങളുടെയും മക്കളെക്കുറിച്ച് ആരെങ്കിലും പറയാണ്, നിങ്ങളുടെ മോൻ്റെ ഇന്ന പ്രവർത്തനങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ മകളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ, എന്നോട് സതുദ്ദേശത്തോടുകൂടി എൻ്റെ ഒരു സഹോദരൻ അത് പറഞ്ഞാൽ, അതിൻ്റെ പേരിൽ ആ മനുഷ്യനോട് ആജീവനാന്തം ഞാൻ ബന്ധം വിച്ഛേദിക്കുന്ന വെറുപ്പാണ് കാണിക്കുന്നതെങ്കിൽ, ആളുകൾ പിന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് പറയാനും പേടിക്കുന്നു. ഇനി ആരാണ് പറയേണ്ടത്? ആരാണ് നന്നാവേണ്ടത്? ആരെയാണ് നന്നാക്കേണ്ടത്? ഇവിടെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ക്ഷമയോടെ സഹനത്തോടെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അത് പിന്തുടരുന്നവർ തലമുറയായാലല്ലാതെ രക്ഷയില്ല എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്ക്, നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്ക് സഹോദരന്മാരെ. ആരാ പരിഹാരം കാണേണ്ടത്? ഞാനും നിങ്ങളും പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രശ്നങ്ങൾ പറയാൻ എത്ര ആളുകളാണ് അന്തിച്ചർച്ചകളിൽ, ചാനലുകളിലൊക്കെ അന്തിച്ചർച്ചകളിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ് അവതാരികമാരും അവതാരകന്മാരും ഒക്കെ പറയുന്നത്. പക്ഷേ അവർക്കൊക്കെ മനുഷ്യനെ പേടിപ്പിച്ച് നിർത്താനേ കഴിയുന്നുള്ളൂ. പരിഹാരം പറയാൻ വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു വിളിക്കുന്നു സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക്. ഖുർആനിന് പരിഹാരം പറയാൻ കഴിയും, ഹദീസിന് പരിഹാരം പറയാൻ കഴിയും, ഏത് പ്രശ്നത്തിലും പരിഹാരം പറയാൻ കഴിയും. ഇപ്പോഴിതാ നമ്മളൊക്കെ വല്ലാത്തൊരു ടെൻഷനിലാണ്. എന്തേ CAA വരുന്നു, നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ഇനി നമ്മളൊക്കെ വീടൊഴിഞ്ഞു പോകണമത്രേ. എന്തു ചെയ്യുമെന്നറിയാതെ ഇരയെ പേടിപ്പിച്ച് ഫാസിസം വല്ലാതെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുമ്പോൾ ധൈര്യമായിരുന്നോ? ഏത് വലിയ ശക്തിയുടെയും മുകളിൽ രാജാധിരാജനായ റബ്ബുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അല്ലാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയാണ്, മാലിക്കുൽ മുൽക്കായ റബ്ബേ, നീയാണ് അധികാരം കൊടുക്കുന്നത്, നീയാണ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത്, നീയാണ് അന്തസ്സ് കൊടുക്കുന്നത്, നീയാണ് നിന്ദ്യത കൊടുക്കുന്നത്. റബ്ബേ, കൈയൊഴിയല്ലേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ നമുക്കെന്തേ പ്രിയപ്പെട്ട സഹോദര സഹോദരി തടസ്സമുള്ളത്? നിരാശപ്പെടണ്ട. നിരാശ മുഅ്മിനിന് പറ്റിയതല്ല. ക്ഷമിക്ക്, സഹിക്ക്, ക്ഷമയോടെ സഹനത്തോടെ റബ്ബിനോട് തേട്. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക് വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയാ വമത്തിഅനാ അല്ലാഹുമ്മ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവാതിനാ അബദൻ മാ അഹ്യൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ولا تسلط علينا من لا يرحمنا. ഞങ്ങളോട് കരുണ കാണിക്കാത്ത അധികാരികൾക്ക് നീ ഞങ്ങൾക്ക് മേൽ അധികാരം കൊടുക്കല്ലേ അല്ലാ. എന്താ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് തടസ്സം? എന്തിനായി നിരാശപ്പെടുന്നത്? എല്ലാം പോവുകയാണെങ്കിൽ പോവട്ടെ. ഈമാനോടുകൂടെ ഇരിക്ക്, ദൃഢമായ നല്ല വിശ്വാസത്തോടുകൂടെ ഇരിക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
റഹ്മാനായ റബ്ബിൻ്റെ ആ കൃത്യമായ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് വിശ്വസിക്ക്. വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആര് ബലമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി. പക്ഷേ നമ്മളൊരു കാര്യം അവിടെയും ശ്രദ്ധിക്കണം. അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ തേടുമ്പോൾ ആ തേടുന്ന കരങ്ങൾ ശുദ്ധമാവണ്ടേ. അല്ലാ നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ദുആ ചെയ്യുന്ന നമുക്ക് ചില ക്വാളിറ്റി ഉണ്ടാവണ്ടേ. ആ ക്വാളിറ്റി നമ്മൾ നിലനിർത്താതെ പേരിൽ മാത്രം മുസ്ലിമായി ജീവിച്ചിട്ട് അല്ലാ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉത്തരം ചെയ്യുമോ? അതിന് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തണം. നമ്മളൊന്ന് ശുദ്ധിയാവണം. റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ കിട്ടാൻ മാത്രം ഒരു അടുപ്പമുണ്ടാകണം. തഹജ്ജുദിന് എഴുന്നേൽക്ക്, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്ക്. ഇപ്പം റമദാനാകുമ്പോൾ നമ്മളൊക്കെ എഴുന്നേൽക്കും. കാരണം ആ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പം പണ്ട് കാലത്ത് എഴുന്നേൽക്കാത്തവർ പോലും സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന കാലമാണ്. റബ്ബോ, റഹ്മാനായ റബ്ബാണെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, മയ്യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ ഉത്തരം തരാം. ആരുണ്ട് എന്നോട് പാപമോചനത്തിന് തേടാൻ, ഞാൻ പൊറുത്തു തരാം. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ, ഞാൻ അവന് ഉത്തരം തരാം എന്ന് റബ്ബ് പ്രത്യേകം ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറിൻ്റെ ഉത്തരം നൽകുന്ന പെരുമഴക്കാലമാണ്. ഏത്? സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമെന്ന് മുത്തു മുസ്തഫ പറയുന്നുവെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കൂ സഹോദരാ സഹോദരി, റബ്ബേ നീ ഞങ്ങളെ കൈവടിയല്ലേ. ഉത്തരം കിട്ടും ഉറപ്പാണ്. ഉത്തരം കിട്ടും ഉറപ്പാണ്. നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായയിലിരിക്ക്, പള്ളിയിലിരിക്ക്, ക്ഷമ വേണം. 3 അസ്തഗ്ഫിറുള്ള പറയാൻ പോലും ക്ഷമയില്ലാതെ എഴുന്നേറ്റ് ഓടുകയാണ്. സലാം വീട്ടി കഴിയുമ്പോഴേക്ക് ഇബ്ലീസ് തോന്നിപ്പിച്ചു, എന്ത്? പെട്ടെന്ന് പൊയ്ക്കോ, പെട്ടെന്ന് പൊയ്ക്കോ, തിരക്കുണ്ട് തിരക്കുണ്ട്. പള്ളിയിൽ നിന്ന് നമ്മളാണ്ട് എഴുന്നേൽപ്പിക്കാഞ്ഞിട്ട് ശൈത്താൻ എന്തൊരു ധൃതിയാണെന്നറിയാം. അതുവരെ തിരക്ക് തോന്നിപ്പിക്കും. അങ്ങനെ നമ്മൾ അസ്തഗ്ഫിറുള്ള പോലും പറയാൻ നേരമില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോയി. എന്നിട്ടോ 1 മണിക്കൂർ പള്ളിയുടെ മുറ്റത്തിരുന്ന് മറ്റവനോട് രാഷ്ട്രീയം പറയും. രാഷ്ട്രീയം പറയണ്ട എന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയം അരാഷ്ട്രീയവാദിയല്ല ഞാൻ. രാഷ്ട്രീയം വേണം, എല്ലാം വേണം. തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആരും അവനവൻ്റെ നോമ്പ് കൊളമാക്കണ്ട, വേണ്ടാത്തൊരു നാവ് കൊണ്ട് പറയണ്ട. ഡേറ്റ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ആരോപണങ്ങളുടെ പെരുമഴയാണ്. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പലതും പറയുന്നു, ഇപ്പുറത്തുള്ളവനെ കുറിച്ച് ഇല്ലാത്തത് പൊലിപ്പിച്ചു പറയുന്നു. സൂക്ഷിച്ചോളണം സഹോദരങ്ങളെ. കണ്ണിൻ്റെ കാര്യത്തിൽ ക്ഷമ വേണം, നാവിൻ്റെ കാര്യത്തിൽ ക്ഷമ വേണം, കാതിൻ്റെ കാര്യത്തിൽ ക്ഷമ വേണം. കണ്ണിനും നാവിനും കാതിനുമൊക്കെ നോമ്പുണ്ട്. നല്ല സഹനം പാലിച്ചിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ ഒരവസരത്തിൽ വന്ന റമദാൻ നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം പറയാണ്, ജനങ്ങളെ, നീ നോമ്പിൻ്റെ ദിവസമായി കഴിഞ്ഞാൽ നിന്റെ കണ്ണിനും കാതിനും നാവിനുമൊക്കെ നോമ്പ് വേണം. വലാ തജഅൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാഅ, നിനക്ക് നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും നീ ഒരുപോലെ കാണല്ലേ. രാഷ്ട്രീയമൊക്കെ അങ്ങ് ചർച്ച ചെയ്ത് നേരം പുലരുവോളം ഇരിക്കുകയാണ്. അത്താഴം കഴിഞ്ഞാലും രാഷ്ട്രീയം, എല്ലാം കഴിഞ്ഞാലും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഒരസ്തഗ്ഫിറുള്ള പറയാനുള്ള ക്ഷമയില്ല. അപ്പോഴേക്ക് ഫോൺ എടുത്തു, ഏതാ മെസ്സേജ് നോക്കി, ശൈത്താൻ പറഞ്ഞു പുറത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ആ അസ്തഗ്ഫിറുള്ള മറന്നു, സുബ്ഹാനല്ലാഹ് അത് മറന്നു, അൽഹംദുലില്ലാഹ് അത് മറന്നു, അല്ലാഹു അക്ബർ മറന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെയാണ് ചെവിയിൽ. രാത്രി കിടക്കുന്ന മര്യാദയോടെ ഉളുവെടുക്കാൻ നമുക്ക് ക്ഷമയുണ്ടോ? നല്ല ക്ഷമയുള്ളവർക്കേ ഉളുവെടുത്തുറങ്ങാൻ പറ്റൂ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം ഒന്ന് വേറെയാണ്. ഉറക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉളുവാണ്? ഉറക്ക് പോകാനല്ലേ കയ്യും കാലും മുഖവുമൊക്കെ സാധാരണ കഴുകാറുള്ളത്. മുത്ത് മുസ്തഫ പറയുന്നത് എന്താ? ഉറങ്ങാൻ പോകുമ്പോൾ ഉളുവെടുക്ക്, വലത് ഭാഗം ചെരിഞ്ഞു കിടക്ക്. ആ പ്രാർത്ഥനകൾ കൃത്യമായി നീ പ്രത്യേകമായി ഉരുവിട്ടുകൊണ്ടിരിക്കെ
അവസാനത്തെ പ്രഖ്യാപനവും ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അതുകൊണ്ട് നിന്റെ സംസാരം അവസാനിപ്പിച്ച് ആ രാത്രിയിലെങ്ങാനും നീ അങ്ങ് മരണപ്പെട്ടു പോയാൽ ഇസ്ലാമികമായ മരണം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നല്ല ക്ഷമ വേണം. ദിക്റുകൾ നിലനിർത്തണമെങ്കിൽ ക്ഷമ വേണം. രാവിലെ ഉണർന്നെഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുവോളം ചൊല്ലേണ്ട 100 കണക്കിന് ദുആയുണ്ട്, ദിക്റുകളുണ്ട്. ഇവിടെ കൂടിയ സ്ത്രീ പുരുഷന്മാർ സ്വന്തത്തോട് ചോദിക്ക്, എനിക്കെത്ര ദിക്റുകൾ അറിയാം? അറിയുമെങ്കിൽ തന്നെ എനിക്ക് തെറ്റുകൂടാതെ എത്ര എണ്ണം അറിയാം? തെറ്റുകൂടാതെ അറിയാമെങ്കിൽ തന്നെയും എനിക്ക് എത്ര ദിക്റിൻ്റെ അർത്ഥമറിയാം? ഞാനത് എത്ര തവണ ചൊല്ലാറുണ്ട്? ഞാൻ എൻ്റെ വീട്ടിൽ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ ക്ഷമയുള്ളവനാണോ? ഈ റമദാൻ 6 ദിവസം കഴിഞ്ഞു 7 കാത്തിരിക്കുന്നു. 7ാമത്തെ രാവിലാണ് നമ്മൾ. എത്രയാ കഷ്ടമാണ് ഖുർആൻ ഓതിയത്. അതിൽ നിന്ന് എത്ര ആയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹിൻ്റെ ഖുർആൻ എന്തിനാണ് അള്ളാഹ് ഇറക്കിയത്? ക്ഷമയോടെ സഹനത്തോടെ പഠിച്ച് അർത്ഥം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാനുള്ള, നമുക്കുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള കിതാബ്. ആ ഗ്രന്ഥത്തിൽ എത്ര ആയത്തിൻ്റെ അർത്ഥം നമുക്ക് അറിവുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര മജ്‌ലിസുകളുണ്ട്? അവിടെ നിങ്ങളിൽ എത്ര പേരുടെ സാന്നിധ്യമുണ്ട്? ഹദീസുകൾ നിങ്ങൾ എത്ര പേര് പഠിക്കുന്നുണ്ട്? ഈ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. പരലോക കോടതിയിൽ റഹ്മാനായ റബ്ബേ, എനിക്ക് ദീന് പഠിക്കാൻ ഒരു ചാൻസും കിട്ടിയില്ല എന്ന് ഒരു കുട്ടിക്കും പറയാനാവാത്തത്ര ലോകത്തതാ വിജ്ഞാനത്തിൻ്റെ മേഖല വളർന്ന് വികസിച്ച് പരന്ന് കിടക്കുന്നു. പക്ഷെ നമ്മൾ എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നു? നമ്മൾ എത്ര പേരത് ഉപയോഗപ്പെടുത്തുന്നു? ചിന്തിക്ക് സഹോദര, ആരാണ് നമ്മെ നന്നാക്കാൻ ഇനി വരിക? ഇത്രയൊക്കെ സംവിധാനങ്ങൾക്ക് നടുവിൽ ജീവിച്ചിട്ട് പോലും റബ്ബിൻ്റെ കിതാബിനെ നമ്മൾ പുറമേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിലാണുള്ളതെങ്കിൽ മരണത്തിൻ്റെ വേദനയുടെ ഘട്ടം മുതൽ നമ്മുടെ വിലാപം തുടങ്ങുമെന്ന കാര്യം നമ്മൾ ഓർക്കണം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ നോക്ക്, ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ നല്ല സഹനമുള്ള ഉമ്മമാർക്ക് ഇസ്ലാം അനുസരിച്ചുള്ള പർദ്ദയണിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ന് ആളുകൾ അതിനെതിരാണ്. എന്താണ് ഇപ്പം അങ്ങനെ മൂടിപ്പൊതച്ച് നടക്കല്ലേ? പരിഹാസം. പർദ്ദയണിയുന്ന സ്ത്രീയെ കാണുമ്പോൾ പരിഹാസം. ആ പരിഹാസത്തിൻ്റെയും കുത്തുവാക്കുകൾക്കിടയിൽ പോലും ഇസ്ലാം അനുശാസിക്കുന്ന കൃത്യമായ വേഷം ധരിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ സാധിക്കണമെങ്കിൽ അവൾക്ക് അപാരമായ ക്ഷമ വേണം, സഹനം വേണം. അല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല. സ്വർഗത്തിൻ്റെ മണം പോലും അത്തരം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിൻ്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ മുഴുപ്പും കൊഴുപ്പമൊന്നും പുറമേക്ക് പ്രദർശിപ്പിക്കാത്ത നിലക്കുള്ള വസ്ത്രധാരണമാണ് ഇസ്ലാം നിശ്ചയിച്ചതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, അതിൽ സഹനം കാണിച്ചാലല്ലാതെ സ്വർഗത്തിലെത്താൻ ആ വിഷയത്തിലും കഴിയൂല. ഏത് മേഖല നിങ്ങളെടുത്തു, ഈ പ്രയാസങ്ങൾ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? രോഗം വന്നാലും പ്രയാസങ്ങൾ വന്നാലും സാമ്പത്തിക ദുരിതങ്ങൾ വന്നാലും ദുരന്തങ്ങൾ വന്നാലും ഒക്കെ അതിലൂടെയൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. നമ്മൾ സഹിക്കുകയാണെങ്കിൽ, ക്ഷമിക്കുകയാണെങ്കിൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അവൻ്റെ പാപത്തിൻ്റെ കറകൾ, അവൻ്റെ പാപങ്ങൾ അത് മുഖേനയൊക്കെ പരിഹരിക്കാതിരിക്കില്ല. എപ്പോ? മുസ്ലിമായൊരു മനുഷ്യന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും, മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ, എത്ര വചനങ്ങളാ. ടെൻഷനാവരുത്. ടെൻഷനായിട്ട് ആത്മഹത്യ ചെയ്യാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, 160 എണ്ണം ആത്മഹത്യ ചെയ്തു. എന്താ? പഠനത്തിൻ്റെ ഭാരം നമ്മുടെ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചെറുപ്രായത്തിലെ മക്കൾ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യാണ്. അപ്പം മൊബൈൽ കിട്ടാതാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്ന മക്കൾ. അപ്പം ഇനി എന്ത് ചോദിച്ചാലും ഉമ്മാര് മൊബൈൽ കൊടുക്കുകയാണ്. കാരണം പോയി തൂങ്ങി മരിച്ചാലോ? എവിടേക്കായി പോകുന്നത്? എന്താ ഉമ്മ ഇനിയും മനസ്സിലാവാത്തത്? എന്താ പെങ്ങളെ ഇനിയും ചിന്തിക്കാത്തത്? എന്തേ നമ്മൾ ഇങ്ങനെ ആയി പോകുന്നത്? എന്തേ അള്ളാനെ പരിചയപ്പെടുത്താത്തത് നമ്മുടെ മക്കൾക്ക്?
മക്കളെ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്താൻ എന്തേ നമ്മൾ വൈകുന്നത്? കൊച്ചു കുട്ടികളാ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ എന്തെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ജീവനൊടുക്കുന്നത്. പിന്നെ യുവാക്കളുടെയും യുവതികളുടെയും കാര്യം പറയാനുണ്ടോ? ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു. ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് തൊലാക്കും ചൊല്ലാതെ തൊലാക്ക് ചൊല്ലിയിട്ട് പിരിഞ്ഞു പോന്ന പെണ്ണ്, അവൾ അവിഹിതമായി ഗർഭം ധരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവൾ പ്രസവിച്ച് മൂന്നാമത്തെ നാൾ ഒരു ഓട്ടോറിക്ഷയിൽ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഓട്ടോക്കാരനോട് ആ പെണ്ണ് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. അവിഹിത ഗർഭമാണ്. അവസാനം എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ അവിടെ മറമാടി. ഓ പെങ്ങളെ, ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന താരാട്ട് കേട്ട് വളർന്ന ഒരു പെങ്ങളാണ് ഈ ക്രൂരത ചെയ്തതെന്നത് എന്നെയും നിങ്ങളെയും ഏറെ ചിന്തിപ്പിക്കണേ. എവിടെ തകരാറ് വരുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്? എന്തേ നമ്മൾ ഇങ്ങനെയാകുന്നത്? നമുക്ക് തീരെ ക്ഷമല്ല, നമുക്ക് തീരെ സഹനല്ല. അള്ളാന്റെ കിതാബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി നമ്മൾ പിറകോട്ട് വലിച്ചെറിയാണ്. ഖുർആനൊന്നും ഇവിടെ പറയണ്ട, ഹദീസൊന്നും ഇവിടെ പറയണ്ട. പിന്നെ എൻ്റെ ഇമാമാരാ? എൻ്റെ ഇമാമ് സോഷ്യൽ മീഡിയ, എൻ്റെ ഇമാമ് യൂട്യൂബ്, എൻ്റെ ഇമാമ് ഗൂഗിൾ മുഫ്തി. അങ്ങനെ അതിലങ്ങ് എത്ര മണിക്കൂറുകളാ ചെലവഴിക്കുന്നത്? കയ്യിൽ നിന്ന് വെക്കുന്നുണ്ടോ? ഒരേ ടേബിളിന്റെ പുറത്ത് സ്മാർട്ട് ഫോൺ ഉണ്ട്, മുസ്ഹഫ് ഉണ്ട്. ഞാനും നിങ്ങളും എത്ര ടച്ച് മുസ്ഹഫിൽ ടച്ച് ചെയ്യുന്നു, എത്ര ടച്ച് സ്മാർട്ട് ഫോണിൽ ടച്ച് ചെയ്യുന്നു? കണക്കെടുക്ക്, ഒരു ദിവസത്തെ കണക്കെടുക്ക്. നിങ്ങളുടെ ഫോണിൽ അതിനുള്ള ആപ്പുകളുണ്ട്. നമ്മുടെ ഫോണിൽ ഞാനും നിങ്ങളും ടച്ച് ചെയ്ത് സമയം ചെലവഴിച്ച സമയം എത്ര എന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നോക്കി 6, 7, 8 മണിക്കൂറുകൾ എന്ന റിസൾട്ടാണ് കിട്ടുന്നത്. അതേ അവസരത്തിൽ പഠിച്ചോ, വായിച്ചോ, നിന്നെ രക്ഷപ്പെടുത്തുന്ന ഗ്രന്ഥമിതാ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ എവിടെയുണ്ട്? ഒരു ടച്ച് പോലും നടത്തിയിട്ടില്ല. അള്ളാന്റെ കിതാബ് ഓതാൻ എനിക്ക് നേരല്ല. ഒരു കഷ്ണം ഓതുമ്പോഴേക്ക് എനിക്ക് കോട്ടുവായ വന്നു. ഖുർആൻ ഓതാൻ ക്ഷമല്ല. ഒരു കഷ്ണം ഖുർആൻ ഓതുമ്പോഴേക്ക് എനിക്ക് ക്ഷമയില്ലാതെ കൂട്ടിവെച്ചു കോട്ടുവായിട്ട് ഞാൻ മടക്കി വെച്ച് പോവാണ്. അതേ അവസരത്തിൽ ഇതിൻ്റെ പിന്നാലെ മണിക്കൂറുകൾ കയ്യിൽ വെച്ചാലും ക്ഷമക്ക് ഒരു കുറവുമില്ല. മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ എത്രയെത്ര റീലുകളാണ്, റീലുകളിൽ നിന്ന് റീലുകളിലേക്ക്, ടിക്ടോക്കിൽ നിന്ന് ടിക്ടോക്കിലേക്ക്. അങ്ങനെ അതാ കൊഞ്ചിക്കുഴയുന്ന ഭാര്യയെ നിർത്തിയിട്ട് ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ പലരും പലതുമായി കൊണ്ട് തൻ്റെ വീട്ടിൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ വരെ വ്ളോഗർമാരായ ഈ താത്തമാര് കാണിക്കുമ്പോ അതിലൊക്കെ മണിക്കൂറുകളോളം സമയം അങ്ങനെ ചെലവഴിക്കുവാൻ ക്ഷമ കാണിക്കുന്ന ഉമ്മ, കോമഡികൾ കണ്ട് രസിക്കുവാൻ വല്ലാത്ത സഹനം കാണിക്കുന്ന പെങ്ങളെ, റബ്ബിന്റെ കലാം നമ്മളെ മാടി വിളിക്കുകയാണ്. വരൂ, ഇത് പഠിച്ചാൽ ഒരക്ഷരത്തിന് 10 പുണ്യമാണ് ഉമ്മ, 10 പുണ്യമാണ് ഉപ്പ. സമയം ഇതിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ. നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ വരൂല. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമൊക്കെ നാളെ പരലോകത്ത് യശ്ഫാൻ, റബ്ബിന്റെ കോടതിയിൽ ശുപാർശകരായി വരുന്നു. നമുക്ക് നോമ്പും ഖുർആനൊക്കെ നമുക്ക് അനുകൂലമായി പരലോക കോടതിയിൽ വരുമോ? എത്ര മണിക്കൂറാണ് നമ്മൾ ഈ ഫോണ് തുറക്കാൻ പറ്റുമെന്ന്? തുറക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ടച്ച് ചെയ്ത് പോയാൽ അതിൻ്റെ അടിയിൽ 100 കണക്കിന് കാണുന്നത് മുഴുവൻ അശ്ലീലമാണ്. എങ്ങനെ, എന്തൊരു കാലമാണ് സഹോദരങ്ങളെ! എത്രത്തോളം നമ്മുടെ കണ്ണുകളെ റബ്ബിനെ പേടിച്ച് ക്ഷമിക്കുവാൻ സാധിച്ചാലല്ലാതെ രക്ഷപ്പെടാനാവില്ല. അതാണ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അപാരമായ സഹനം വേണം, അല്ലെങ്കിൽ കഴിയില്ല. ആരും അറിയണില്ല, ആരും കാണുന്നില്ല. പണ്ട് സിനിമാ ഹാളിലേക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് പേടിയായിരുന്നു. എന്തിനാ? ഇന്ന് അവനാൻ്റെ റൂമെന്നാണ്. എന്തും കാണാം, ഏത് വൃത്തികെട്ടതും കാണാം. ഈമാനികമായ പാസ്വേഡ് കൊണ്ട് തുറക്കലല്ലാത്ത ഒരു നിർവാഹവും ഇതിനില്ല.
ബിസ്മില്ല ചൊല്ലി ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ഒരൊറ്റ സൈറ്റിലേക്കും പോകല്ല ഉമ്മ, ഒരൊറ്റ സൈറ്റിലേക്കും പോകല്ല സഹോദരാ. റബ്ബ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അള്ളാഹു ഒരണു സമയത്തേക്ക് പോലും ശ്രദ്ധയില്ലാത്തവനല്ല, എല്ലാം കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹ് നിരീക്ഷകനായിട്ടുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു, വിശ്വാസികളെ ക്ഷമിക്കണേ. സാബിറു, ക്ഷമയിൽ മികവ് കാണിക്കണേ. നന്മകൾ ചെയ്യാൻ ധാരാളമായി ക്ഷമിക്കണം. 5 നേരം നിസ്കാരം നിലനിർത്തണമെങ്കിൽ, സക്കാത്ത് കൊടുക്കണമെങ്കിൽ, നോമ്പ് നോൽക്കണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ, മാതാപിതാക്കളെ വെറുപ്പിക്കാതെ അവരെ ജീവിക്കണമെങ്കിൽ എല്ലാത്തിനും ക്ഷമ വേണം. ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പതറാതെ, ആത്മഹത്യ ചെയ്യാതെ, ജീവിതത്തിൽ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. എല്ലാ അർത്ഥത്തിലും ക്ഷമ വേണം. എങ്കിലോ ഇന്നമാ യുവഫസ്സാബിറൂൻ അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത പ്രതിഫലം അല്ലാഹു തരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞതൊക്കെ എന്നോടും ബാക്കി നിങ്ങളോടുമാണ്. റബ്ബ് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ബർക്കത്തുകൾ അവൻ ചൊരിഞ്ഞു തരുമാറാകട്ടെ. വിശുദ്ധ റമദാനിലാണ്. ദുആ നിങ്ങൾ അധികരിപ്പിക്കണം. എത്ര ചോദിച്ചാലും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിനോട് എത്ര ചോദിക്കുന്നോ അള്ളാഹ്ക്ക് ഇഷ്ടം കൂടാണ്. നമ്മൾ എത്ര അള്ളാഹിനോട് ചോദിക്കുന്നോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ധാരാളമായി ദുആ അധികരിപ്പിക്കുക. ഈ മാസത്തെ ഏറ്റവും പവിത്രതയോടുകൂടെ നമ്മൾ അതിനെ ചെലവഴിച്ച് മുന്നോട്ട് പോയി നല്ല സഹനം, ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിലുള്ള ആ കൃത്യമായ ഒരു പോരാട്ടം അത് നിർവഹിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ നമുക്ക് എല്ലാ ഘട്ടത്തിലും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.